അതിരപ്പള്ളിയിലെ കാട്ടാന ശല്യത്തിൽ വനംവകുപ്പ് ദൗത്യം ആരംഭിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനായി പ്രത്യേക സംഘം തെരച്ചിൽ തുടരുകയാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങിയ 6 കാട്ടാനകളെ RRT സംഘം കാടുകയറ്റി. ഏഴാറ്റുമുഖം 17-ാം ബ്ലോക്കിൽ കാട്ടാനകളെ കണ്ടെത്തി ദൗത്യസംഘം. ലിവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിവിൻ, ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ കാട്ടാന ശല്യമുണ്ട്. എന്തായാലും അത് മന്ത്രിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ്. ഇപ്പോഴത്തെ ദൗത്യം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സുജീഷ്, അതിരപ്പള്ളിയിലെ ആനകളെ തുരത്തുന്നതിനുള്ള നീക്കം RRT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിട്ടുള്ള KK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ദൗത്യ സംഘവും അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കും. നിലവിൽ രണ്ടിടങ്ങളിലാണ് ആനയെ കണ്ടത്. രാവിലെ ഏഴാറ്റുമുഖം ഭാഗത്ത് ആനയെ കണ്ടിരുന്നു. പിന്നീട് അതിരപ്പള്ളിയിലും ചാലക്കുടി പുഴയോരത്തുമായി പല സ്ഥലങ്ങളിൽ ആനയെ കണ്ടു. മൊത്തത്തിൽ ഇന്ന് കണ്ടെത്തിയത് 10 ആനകളെയാണ്. 10 ആനകളെയും പടക്കം പൊട്ടിച്ചും മറ്റും RRT സംഘം കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷെ ശല്യക്കാരായ നിരവധി ആനകൾ വിഹരിക്കുന്ന ഒരു പ്രദേശമാണ് അതിരപ്പള്ളി, വാഴച്ചാൽ, അതോടൊപ്പം തന്നെ കോടശ്ശേരി തുടങ്ങിയ മേഖലകൾ. ഇവിടങ്ങളിലൊക്കെ നിരവധിയായ കാട്ടാനകളുണ്ട്. പ്രദേശത്ത് കാട്ടാനകൾ നാശം വരുത്തുകയും മനുഷ്യജീവൻ ആപത്തുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ പെരുമാറുന്ന 2 കാട്ടാനകളെയാണ് ഇതിനോടകം വനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാട്ടാനകൾ സ്ഥലത്തു നിന്നും റീലൊക്കേറ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വനമന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയത്. അതിനുവേണ്ടിയിട്ടാണ് പ്രത്യേക ദൗത്യ സംഘത്തെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പരിയാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്ന ദൗത്യ സംഘം അവിടെ നിന്നും യോഗം ചേർന്ന് ജനപ്രതിനിധികളെയും പഞ്ചായത്ത് അധികൃതരെയും അടക്കം കണ്ട് ചർച്ച നടത്തിയതിനു ശേഷം ദൗത്യത്തിന്റെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കും. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി പ്രത്യേക ദൗത്യ സംഘത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. രാത്രികാലങ്ങളിലും തെർമൽ ക്യാമറകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി ആനകളെ കണ്ടെത്താനും പിന്നീട് അതിനെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനുമാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം. സുധീഷ്.